ദി ഓപ്പൺ മൈക്കിലേക്ക് നിങ്ങൾക്ക് സ്വാഗതം. ഈ വിശകലനം തുടങ്ങുന്നതിന് മുമ്പ് എനിക്കൊരു കാര്യം ചോദിക്കാനുണ്ട്. ചോദിക്കൂ. നിങ്ങൾ വാടകയ്ക്ക് താമസിക്കുന്ന ഒരാളാണോ, അല്ലെങ്കിൽ വാടകയ്ക്ക് താമസിക്കുന്ന ആരെങ്കിലും നിങ്ങൾക്ക് അറിയോ? തീർച്ചയായും നമ്മളിൽ ഭൂരിഭാഗം പേർക്കും അങ്ങനെ ഒരു അനുഭവം ഉണ്ടാകും. അതെ. അപ്പോൾ നിങ്ങൾ ഒരുപാട് കഷ്ടപ്പെട്ടൊരു ഫ്ലാറ്റ് കണ്ടുപിടിക്കുന്നു, കൃത്യമായി വാടകയ്ക്ക് കൊടുക്കുന്നുണ്ട്. പെട്ടെന്നൊരു ദിവസം നിങ്ങളുടെ ഒരു സുഹൃത്ത് നിങ്ങളെ കാണാൻ വരുന്നു. നിങ്ങൾ കാപ്പി കുടിക്കുന്നു, സംസാരിക്കുന്നു, അവർ തിരിച്ചു പോകുന്നു. വളരെ സാധാരണമായ ഒരു കാര്യം. അതെ, വളരെ സാധാരണമായ കാര്യം. പക്ഷെ പിറ്റേ ദിവസം ഫ്ളാറ്റിലെ അസോസിയേഷനിൽ നിന്ന് നിങ്ങൾക്കൊരു നോട്ടീസ് വരികയാണ്. നോട്ടീസോ? എന്താ കാരണം? സുഹൃത്തുക്കളെ ഫ്ളാറ്റിൽ കയറ്റുന്നത് വലിയ തെറ്റാണ്, അതുകൊണ്ട് ഉടനെ ഫ്ളാറ്റ് ഒഴിഞ്ഞു കൊടുക്കണമെന്ന് പറഞ്ഞിട്ട്. ഇത് ശരിക്കും നടക്കുന്ന കാര്യമാണോ എന്ന് പലർക്കും സംശയം തോന്നുവല്ലേ? അതെ. ഇന്ന് നമ്മുടെ ഈ വിശകലനത്തിൽ നമ്മൾ സംസാരിക്കാൻ പോകുന്ന വിഷയവും ഇതാണ്. വാടകക്കാരുടെ വ്യക്തിസ്വാതന്ത്ര്യവും ഫ്ളാറ്റ് സൊസൈറ്റികളുടെ സദാചാര പോലീസിംഗും. ശരിയാ. ഹൈദരാബാദിൽ നടന്ന ഒരു സംഭവത്തെക്കുറിച്ച് റെഡിറ്റിൽ വന്ന ഒരു പോസ്റ്റും അതിനെ തുടർന്നുണ്ടായ വലിയ ചർച്ചകളുമാണ് ഇന്നത്തെ നമ്മുടെ ഉറവിടം. സ്വന്തം വീട്ടിലേക്ക് ഒരാളെ ക്ഷണിക്കുമ്പോഴുണ്ടാകുന്ന പ്രശ്നങ്ങൾ എത്രത്തോളം സങ്കീർണമാകുമെന്ന് ചിന്തിക്കുമ്പോൾ ശരിക്കും അത്ഭുതം തോന്നുക. ഇതില് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഈ വിഷയത്തിന്റെ നിയമപരവും സാമൂഹികവുമായ വശങ്ങളാണ്. വാടകക്കാരുടെ അടിസ്ഥാന അവകാശങ്ങൾ എന്തൊക്കെയാണ് എന്നതിലേക്കാണ് ഈ വിഷയം വിരൽ ചൂണ്ടുന്നത്. അതെ. അതായത് നമ്മൾ പൊതുവേ കരുതുന്നത് ഒരു വീട് വാടകയ്ക്കെടുക്കുമ്പോൾ ആ വീടിന്റെ താക്കോല് കിട്ടുന്നതിനൊപ്പം അവിടെ സമാധാനമായി ജീവിക്കാനുള്ള സ്വാതന്ത്ര്യം കൂടിയാണ് കിട്ടുന്നത് എന്നാണ്. കിട്ടേണ്ടതാണ്. പക്ഷെ ഇത്തരം സംഭവങ്ങൾ കാണിച്ചു തരുന്നത് പലപ്പോഴും ആ സ്വാതന്ത്ര്യം വെറുമൊരു മിഥ്യയാണ് എന്നാണ്. അപ്പോൾ നമുക്ക് നേരെ ആ ഹൈദരാബാദിലെ സംഭവത്തിലേക്ക് വരാം. റെഡിറ്റിലൊരു യുവാവാണ് തന്റെ അനുഭവം പങ്കുവച്ചത്. അദ്ദേഹം കഴിഞ്ഞ മാസത്തിൽ തന്റെ കൂടെ ജോലി ചെയ്യുന്ന ഒരു വനിതാ സുഹൃത്തിനെ സ്വന്തം ഫ്ളാറ്റിലേക്ക് കുറച്ചു തവണ ക്ഷണിച്ചു. വളരെ സാധാരണമായ ഒരു കാര്യം. അവരൊന്നിച്ച് ചായ കുടിച്ചു, ലഘുഭക്ഷണങ്ങൾ കഴിച്ചു, ചിലപ്പോൾ അത്താഴം കഴിച്ചു. ഇതിൽ യാതൊരു അസ്വാഭാവികതയുമില്ലല്ലോ. ഒരു അസ്വാഭാവികതയുമില്ല. അദ്ദേഹം പ്രത്യേകം എടുത്തു പറയുന്നുണ്ട്, അവിടെ വലിയ ശബ്ദത്തിൽ പാട്ടുവെച്ച് ബുദ്ധിമുട്ടുണ്ടാക്കുകയോ അല്ലെങ്കിൽ മറ്റയൽക്കാർക്ക് യാതൊരു വിധത്തിലുള്ള ശല്യവും ഉണ്ടായിട്ടില്ല എന്ന്. കൃത്യമായും അതൊരു സ്വകാര്യ ഇടമാണ്. പ്രായപൂർത്തിയായ രണ്ട് വ്യക്തികൾ ഒത്തുചേരുന്നു, സംസാരിക്കുന്നു. ഇതിൽ നിയമവിരുദ്ധമായ ഒന്നുമില്ല. എന്നിട്ടും പ്രശ്നമുണ്ടായി. അതാണ് ഈ കഥയിലെ ട്വിസ്റ്റ്. ഈ സാധാരണ സംഭവത്തിന് ശേഷം ഫ്ളാറ്റ് സെക്രട്ടറിയിൽ നിന്ന് അദ്ദേഹത്തിന് ഒരു അപ്രതീക്ഷിതമായ വാർണിംഗ് നോട്ടീസ് കിട്ടി. നോട്ടീസാണ് ശരിക്കും ഇതിലെ പ്രശ്നം. അത് വെറുമൊരു അറിയിപ്പായിരുന്നില്ല, അതൊരു ഭീഷണിയായിരുന്നു. ശരിക്കും എനിക്ക് എന്താണ് പറയേണ്ടതെന്ന് പോലും അറിയില്ല എന്നാണ് അദ്ദേഹം ആ പോസ്റ്റിൽ കുറിച്ചത്. ഇതൊരു സദാചാര പോലീസിംഗ് ആണോ എന്നൊരു ആശയക്കുഴപ്പം അദ്ദേഹത്തിനുണ്ടായിരുന്നു. ആ നോട്ടീസിലെ വരികൾ നമ്മളൊന്ന് വിശകലനം ചെയ്യേണ്ടതുണ്ട്. ഞാൻ അതിലെ കുറച്ചു ഭാഗങ്ങൾ വായിക്കാം. വായിക്കൂ. പ്രിയപ്പെട്ട താമസക്കാരെ, ഇന്നത്തെ ദിവസത്തിന്റെ ആശംസകൾ എന്ന് വളരെ മാന്യമായി തുടങ്ങിയിട്ട് അവർ പറയുന്നതിങ്ങനെയാണ്: കഴിഞ്ഞ ഒരു മാസമായി നമ്മുടെ അപ്പാർട്ട്മെന്റിലെ ചില താമസക്കാരിൽ നിന്ന് ഞങ്ങൾക്ക് പരാതികൾ ലഭിച്ചിട്ടുണ്ട്. ചില താമസക്കാർ അവരുടെ വനിതാ സഹപ്രവർത്തകരെ വാരാന്ത്യങ്ങളിലും പ്രവൃത്തി ദിവസങ്ങളിലും തങ്ങളുടെ ഫ്ളാറ്റുകളിൽ അനുവദിക്കുന്നുണ്ട്. ഇത് അപ്പാർട്ട്മെന്റ് നിയമങ്ങളുടെ ലംഘനമാണ്. സ്വന്തം സുഹൃത്ത് വീട്ടിൽ വരുന്നത് ഒരു നിയമലംഘനമായിട്ടാണ് അവർ എഴുതി വച്ചിരിക്കുന്നത്. സ്വന്തം വീട്ടിലേക്ക് ഒരാളെ ക്ഷണിക്കുന്നത് സൊസൈറ്റിയുടെ കണ്ണിലൊരു തെറ്റാണ്. ഭയങ്കര കഷ്ടം തന്നെ. അപ്പോൾ നോട്ടീസോടെ തീരുന്നില്ലാട്ടോ. അതിനുശേഷമുള്ള ഭീഷണി വളരെ വ്യക്തമാണ്. ഇത്തരം തെറ്റുകൾ ഉടമസ്ഥർ അംഗീകരിക്കില്ലെന്നും ഇത് ആവർത്തിച്ചാൽ ഉടനടി ഫ്ളാറ്റ് ഒഴിഞ്ഞുകൊടുക്കേണ്ടി വരുമെന്നുമാണ് ഭീഷണി. വാടകക്കാരെന്നു പറഞ്ഞാൽ ഏതോ രണ്ടാംകിട പൗരന്മാരാണെന്നും തങ്ങൾ പറയുന്ന സദാചാര നിയമങ്ങൾ അനുസരിച്ചു മാത്രം ജീവിക്കേണ്ടവരാണെന്നുമുള്ള ഒരു ചിന്താഗതിയാണിത്. ഇതൊരു വലിയ ചിത്രത്തിലേക്ക് നമ്മളെ കൊണ്ടുപോകുന്നുണ്ട്. അതായത് വാടകക്കാരെന്തൊക്കെയാണ് ചെയ്യുന്നത് എന്ന് വിലയിരുത്താനുള്ളൊരു കോടതിയായി ഫ്ളാറ്റ് അസോസിയേഷനുകൾ മാറുന്നു. ശരിയാ. വീടിന്റെ ഉടമസ്ഥൻ വാടകക്കാരന് നൽകുന്നത് ആ വീട് ഉപയോഗിക്കാനുള്ള നിയമപരമായ അവകാശമാണ്, അല്ലാതെ വാടകക്കാരന്റെ വ്യക്തിജീവിതത്തിൽ ഇടപെടാനും സദാചാര ക്ലാസ് എടുക്കാനുമുള്ള ലൈസൻസ് അല്ല. അതുകൊണ്ടുതന്നെ ഈ പോസ്റ്റ് ഇന്റർനെറ്റിൽ വലിയ ചർച്ചയായി മാറി. റെഡിറ്റിലെ പ്രതികരണങ്ങൾ ശരിക്കും ഞെട്ടിക്കുന്നതായിരുന്നു. ഒരുപാട് പേർ വാടകക്കാരുടെ അടിസ്ഥാന അവകാശങ്ങളെക്കുറിച്ചും ഇത്തരം നിയന്ത്രണങ്ങളുടെ നിയമസാധുതയെക്കുറിച്ചും സംസാരിച്ചു. ഇത്തരം നിയന്ത്രണങ്ങൾക്ക് ശരിക്കും നിയമസാധുതയുണ്ടോ എന്നതാണ് വലിയ ചോദ്യം. ഉപയോക്താക്കളുടെ നിർദ്ദേശങ്ങൾ നമ്മൾ പരിശോധിച്ചാൽ അത് വ്യക്തമാകും. അതെ, നമ്മുടെ ഉറവിടത്തിൽ പറയുന്ന 3 പ്രധാന പ്രതികരണങ്ങൾ നമുക്ക് നോക്കാം.
ഒന്നാമത്തെ പ്രതികരണം ഗംഭീരമായിരുന്നു. ഒരാൾ ആവശ്യപ്പെടുന്നത് സൊസൈറ്റിയുടെ നിയമങ്ങളുടെയും അത് പാസാക്കിയ മീറ്റിംഗിന്റെ മിനിറ്റ്സിന്റെയും സാക്ഷ്യപ്പെടുത്തിയ പകർപ്പ് ചോദിക്കാനാണ്. അതൊരു ഒന്നാന്തരം തിരിച്ചടിയാണ്. ഈ സൊസൈറ്റി രജിസ്റ്റർ ചെയ്തതാണോ അതോ തോന്നുംപടി പ്രവർത്തിക്കുന്നവരുടെ കൂട്ടമാണോ എന്ന് അറിയണമല്ലോ. അതെ. ഇവിടെ നമ്മൾ ഓർക്കേണ്ട കാര്യം, സൊസൈറ്റി ബൈലോകൾക്ക് ഒരിക്കലും പൗരന്റെ അടിസ്ഥാന അവകാശങ്ങളെ മറികടക്കാൻ കഴിയില്ല എന്നതാണ്. ഒരു ഫ്ലാറ്റ് സൊസൈറ്റി വിചാരിച്ചാൽ ഒരു പ്രമേയം പാസാക്കി ഒരാളുടെ സ്വകാര്യത ഇല്ലാതാക്കാൻ കഴിയില്ല. സാക്ഷ്യപ്പെടുത്തിയ പകർപ്പ് ചോദിക്കുമ്പോൾ തന്നെ പകുതി ആളുകളുടെയും ധൈര്യം പോകൂ അല്ലേ? ഇനി രണ്ടാമത്തെ പ്രതികരണം എന്താണെന്ന് വെച്ചാൽ വാടക കരാറിനെക്കുറിച്ചാണ്. അതായത് റെന്റൽ അഗ്രിമെന്റ്. അതെ, അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട രേഖ. അതിൽ പ്രായപൂർത്തിയായ അതിഥികളെ വിലക്കുന്നു എന്ന് എവിടെയെങ്കിലും വ്യക്തമായി പറഞ്ഞിട്ടില്ലെങ്കിൽ സൊസൈറ്റിയുടെ ഈ നോട്ടീസ് നിയമപരമായി തന്നെ ചോദ്യം ചെയ്യാവുന്നതാണ്. കൃത്യമായി പറഞ്ഞാൽ വാടക കരാറിലില്ലാത്ത ഒരു നിബന്ധന പെട്ടെന്നൊരു ദിവസം പുതിയ നിയമമായി സൊസൈറ്റിക്ക് കൊണ്ടുവരാൻ കഴിയില്ല. പ്രായപൂർത്തിയായ അതിഥികളെ വിലയ്ക്കാൻ നിയമപരമായി ഒരു വകുപ്പുമില്ല. കേൾവിക്കാരോട് എനിക്കൊരു കാര്യം ചോദിക്കാനുണ്ട്. ഇത് കേൾക്കുമ്പോൾ നിങ്ങൾക്ക് എന്തു തോന്നുന്നു? വാടക കരാറുകൾ ഒപ്പിടുന്നതിന് മുമ്പ് നമ്മൾ എത്രത്തോളം ശ്രദ്ധിക്കണം എന്നതിന്റെ പ്രാധാന്യം ഇതിൽ നിന്ന് വ്യക്തമല്ലേ? വെറുതെ ഒപ്പിട്ടുകൊടുക്കാൻ പാടില്ല. തീർച്ചയായും വായിച്ചു നോക്കണം. മൂന്നാമത്തെ ഒരു വ്യക്തിയുടെ പ്രതികരണം കൂടി നമ്മൾ സംസാരിക്കണം. പറയൂ. വളരെ ഉറച്ച നിലപാടായിരുന്നു അത്. വാടക നൽകി താമസിക്കുന്നിടത്തോളം കാലം മറ്റുള്ളവർക്ക് ശല്യമില്ലാതെ ജീവിക്കുന്നത് വേറെ ആരുടെയും പ്രശ്നമല്ല എന്നാണ് അദ്ദേഹം പറഞ്ഞത്. ശരിയാ. പിന്നെ ഇതില് സ്ത്രീകളുടെ സുരക്ഷയുടെ പേര് പറഞ്ഞാണ് പലപ്പോഴും ഇത്തരം നിയമങ്ങൾ അടിച്ചേൽപ്പിക്കാൻ ശ്രമിക്കുന്നത്. സുരക്ഷയുടെ പേരും പറഞ്ഞ് ഒരു വ്യക്തിയുടെ സ്വകാര്യ ജീവിതത്തിലേക്ക് ഒളിഞ്ഞു നോക്കുന്നത് എങ്ങനെയാണ് ന്യായീകരിക്കുക? ന്യായീകരിക്കാൻ കഴിയില്ല. CCTV ക്യാമറകൾ വെച്ചും കൃത്യമായ സെക്യൂരിറ്റി ഗാർഡുകളെ വെച്ചുമാണ് സുരക്ഷ ഉറപ്പാക്കേണ്ടത്, അല്ലാതെ അതിഥികളെ വിലക്കിക്കൊണ്ടല്ല. അപ്പോ ഈ സംഭവം മൊത്തത്തിലെടുത്താൽ ഒരു കപ്പ് ചായയിൽ തുടങ്ങിയ സൗഹൃദ സന്ദർശനം എങ്ങനെയാണ് വാടകക്കാരുടെ അവകാശങ്ങളെക്കുറിച്ചുള്ള വലിയൊരു നിയമചർച്ചയായി മാറിയത് എന്ന് നമ്മൾ കണ്ടു. അതെ, സമൂഹത്തിൽ ഒന്നിച്ചു ജീവിക്കുമ്പോഴുള്ള നിയമങ്ങളും ഒരു വ്യക്തിയുടെ സ്വകാര്യതയും തമ്മിലുള്ള അതിർവരമ്പുകൾ എവിടെയാണ് എന്നതിന്റെ കൃത്യമായ ഉദാഹരണമാണ് ഈ സംഭവം. ഈ ചർച്ച നമ്മൾ കേവലം ഇവിടെ അവസാനിപ്പിക്കാൻ പോകുന്നില്ല. ഈ വിവരങ്ങൾ കേൾവിക്കാർക്ക് ശരിക്കും പ്രയോജനപ്പെടുന്ന ഒന്നാണ്. നമ്മുടെ ഈ വിശകലനം അവസാനിപ്പിക്കുന്നതിന് മുൻപ് കേൾവിക്കാർക്ക് സ്വയം ചിന്തിക്കാനായി ഞാനൊരു പുതിയ ആശയം കൂടി മുന്നോട്ട് വയ്ക്കുകയാണ്. എന്താണത്? ഇതൊന്ന് ആലോചിച്ചു നോക്കൂ. ഇന്ന് നിങ്ങളുടെ ഫ്ളാറ്റിലേക്ക് വരുന്ന അതിഥികളുടെ ലിംഗഭേദം നോക്കി സൊസൈറ്റികൾക്ക് വിലക്കേർപ്പെടുത്താമെങ്കിൽ നാളെ നിങ്ങളുടെ ഭക്ഷണരീതികളിലോ നിങ്ങൾ ജോലി ചെയ്യുന്ന സമയങ്ങളിലോ അല്ലെങ്കിൽ നിങ്ങളുടെ ഓൺലൈൻ ഉപയോഗങ്ങളിലോ വരെ സമൂഹത്തിന്റെ നിയമം എന്ന പേരിൽ അവർ ഇടപെടാൻ തുടങ്ങിയാൽ എന്ത് സംഭവിക്കും? അതൊരു വലിയ പ്രശ്നം തന്നെയാകും. സൊസൈറ്റിയുടെ അധികാരങ്ങൾ. ആ ചോദ്യം ഞങ്ങൾ നിങ്ങൾക്കായി വിട്ടുനൽകുന്നു. ഇതിനെക്കുറിച്ച് കൂടുതൽ ചിന്തിക്കാനും കൂടുതൽ അന്വേഷിക്കാനും ഈ വിശകലനം നിങ്ങളെ സഹായിക്കുമെന്ന് കരുതുന്നു. ഞങ്ങളുടെ ഈ വിശകലനം കേട്ടതിന് നന്ദി. ശുഭദിനം.